വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇക്കാര്യത്തിൽ ആശങ്കകൾ അസ്ഥാനത്താണെന്നാണ് അദ്ദേഹം പറയുന്നത്. വഖഫ് ബോർഡിലെ അമുസ്ലിങ്ങളായ അംഗങ്ങൾ മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഇടപെടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. മുസ്ലിങ്ങളല്ലാത്ത അംഗങ്ങളെ ബോർഡിൽ ഉൾപ്പെടുത്താനുള്ള എതിർപ്പ് നേരിട്ടതോടെയാണ് അദ്ദേഹം രംഗത്ത് വന്നത്. വഖഫ് ഭേദഗതി ബില്ലിൽ ശക്തമായ എതിർപ്പ് ഉന്നയിച്ച പ്രതിപക്ഷ നിരയിലെ നേതാക്കളെ അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു. ബില്ലിനെ കുറിച്ച് തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിക്കുകയാണ് പ്രതിപക്ഷ നേതാക്കളെന്നാണ് അമിത്ഷാ ചൂണ്ടിക്കാണിക്കുന്നത്. നിയമനിർമ്മാണം ഒരു സമുദായത്തിന്റെയും മതപരമായ ആചാരങ്ങളിൽ ഇടപെടുന്നില്ലെന്നും അമിത്ഷാ പറഞ്ഞു. വഖഫ് കാര്യങ്ങളിൽ ഇടപെടുന്നതിന് തുല്യമാണ് മുസ്ലിങ്ങൾ അല്ലാത്തവരെ ബോർഡിൽ ഉൾപ്പെടുത്തിയതെന്ന വാദത്തെ അമിത്ഷാ പൂർണ്ണമായും തള്ളിക്കളയുകയും ചെയ്തു. അത്തരം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറയുന്നുണ്ട്. പ്രതിപക്ഷം പ്രധാനമായും വഖഫ് ബില്ലിനെതിരെ ഉന്നയിച്ച പ്രധാന ആരോപണങ്ങളിൽ ഒന്നിലാണ് ഇപ്പോൾ ഷാ മറുപടി നൽകിയിരിക്കുന്നത്. വഖഫ് നിയമത്തിന്റെ നടത്തിപ്പും സംഭാവനകൾക്കായി നൽകുന്ന ഫണ്ടും സുഗമമായി നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നിരീക്ഷിക്കുകയാണ് ബോർഡിലെ മുസ്ലിങ്ങൾ അല്ലാത്തവരുടെ ജോലി എന്നാണ് അമിത്ഷാ ചൂണ്ടിക്കാട്ടിയത്. നടപടികൾ നിയമപ്രകാരമാണോ നടക്കുന്നത്, സംഭാവനകൾ ഉദ്ദേശിച്ച കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടോ എന്നിവയാവും അവർ നിരീക്ഷിക്കുകയെന്നും കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഭരണഘടനാ ഭേദഗതിയിലൂടെ വഖഫ് സ്വത്തുക്കളുടെ സുതാര്യത ഉറപ്പാക്കാനും അവയുടെ ദുരുപയോഗം തടയാനുമാണ് ബില്ല് ലക്ഷ്യമിടുന്നതെന്നും മതപരമായ സ്വയംഭരണത്തെ ലംഘിക്കുകയില്ലെന്നും അമിത്ഷാ ആവർത്തിച്ചു. ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെയാണ് കഴിഞ്ഞ ദിവസം ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത്. കടുത്ത പ്രതിഷേധമാണ് വിഷയത്തിൽ പ്രതിപക്ഷം ഉയർത്തിയത്. അതിനിടെ പാർലമെന്റിൽ കഴിഞ്ഞ ദിവസം അവതരിച്ച വഖഫ് ഭേദഗതി ബിൽ പിൻവലിക്കാൻ നേരിട്ട് ഇടപെടണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തെഴുതി. എല്ലാ NDA ഇതര കക്ഷികളും വിഷയത്തിൽ ശക്തമായ എതിർപ്പ് അറിയിച്ചതിനു പിന്നാലെയാണ് സ്റ്റാലിൻ മോദിക്ക് കത്തെഴുതിയത്. ഭരണഘടന ഓരോ പൗരനും അവരവരുടെ മതം പിന്തുടരാനുള്ള അവകാശം നൽകുന്നുണ്ടെന്നും ഈ അവകാശം ഉയർത്തിപ്പിടിക്കേണ്ടതും സംരക്ഷിക്കേണ്ടതും തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളുടെ കടമയാണെന്നും കത്തിൽ എം.കെ. സ്റ്റാലിൻ പറയുന്നുണ്ട്. അതിനിടെ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമാവുമ്പോഴും ബില്ല് പാസാക്കാനാണ് കേന്ദ്രത്തിന്റെ ശ്രമം. അതേസമയം വഖഫ് ഭേദഗതി ബിൽ വഴി കേന്ദ്രം ഭരണഘടനയിൽ വെള്ളം ചേർക്കുകയാണെന്ന് കോൺഗ്രസ് MP ഗൗരവ് ഗൊഗോയ് ആരോപിച്ചു. ബില്ലുമായി ബന്ധപ്പെട്ട കേന്ദ്രത്തിനെതിരെ 4 സുപ്രധാന ആരോപണങ്ങളാണ് ഗൊഗോയ് ഉന്നയിച്ചത്. ഇതിനു പിന്നാലെയാണ് മുൻ നിശ്ചയിച്ചതുപോലെ പ്രതിപക്ഷം ശക്തമായ എതിർപ്പുമായി രംഗത്ത് വന്നത്. ഭരണഘടനയെ ദുർബലപ്പെടുത്തുക, ന്യൂനപക്ഷ സമുദായങ്ങളെ അപകീർത്തിപ്പെടുത്തുക, ഇന്ത്യൻ സമൂഹത്തെ വിഭജിക്കുക, ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കുക എന്നിവയാണ് ഈ ബില്ല് ലക്ഷ്യമിടുന്നത് എന്ന് ഗൗരവ് ഗൊഗോയ് ചൂണ്ടിക്കാട്ടി. എല്ലാ പാർട്ടികളുടെയും അഭിപ്രായങ്ങൾ കണക്കിലെടുത്ത് സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയിൽ ചർച്ച നടന്നുവെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും കിരൺ റിജിജുവിന്റെയും അവകാശവാദങ്ങളെ തള്ളിക്കളഞ്ഞ കോൺഗ്രസ് നേതാവ് ഇഴകീറിയുള്ള പരിശോധന നടന്നില്ലെന്നും ചർച്ചകൾ നടന്നില്ലെന്നുമാണ് തുറന്നടിച്ചത്.